രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ യുഡിഎഫിന് സംസ്ഥാനത്താകെ അതിന് നേട്ടം ലഭിക്കും. രാഹുൽ തീർക്കുന്ന ഓളത്തിൽ മറ്റു മണ്ഡലങ്ങളിലും ജയം അനായാസമാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസും ഘടകകക്ഷികളും. രാഹുൽ എത്തുന്നതോടെ ഇടതുപക്ഷത്തിന് പ്രചാരണത്തിന് പുതിയ ആയുധങ്ങൾ കണ്ടെത്തേണ്ടി വരും. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ജനവിധി തേടുന്ന മണ്ഡലമായി വയനാട് മാറുമ്പോൾ അതിന്റെ അലയൊലികൾ അവിടെ മാത്രം ഒതുങ്ങില്ല. കേരളത്തിലാകെയും വയനാടുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കപ്പെടും. നരേന്ദ്രമോദിയെ പുറത്താക്കി മതേതര സർക്കാർ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് കേരളത്തിൽ UDFും LDFും മുന്നോട്ട് വയ്ക്കുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഇതിൽ രാഹുലിന്റെ വരവോടെ UDFിന് മേൽക്കൈ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസ് വയനാട് മുസ്ലിം പ്രാതിനിധ്യത്തിനായി മാറ്റിവെച്ച മണ്ഡലമാണ്. അവിടേക്ക് രാഹുൽ എത്തുമ്പോൾ നരേന്ദ്രമോദിയെ പുറത്താക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന നിലയിൽ ന്യൂനപക്ഷ വോട്ടുകളാകെ UDFിന് അനുകൂലമായി സംസ്ഥാനത്തുടനീളം മാറാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഒപ്പം കോൺഗ്രസ് അണികൾക്കുണ്ടാകുന്ന ആവേശം പ്രചരണത്തിലും പ്രതിഫലിക്കും. UDFിനെതിരെ ഇതുവരെ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആയുധങ്ങളൊന്നും രാഹുൽ എത്തിയാൽ മതിയാവാതെ വരും. ഇത് ഇടതുപക്ഷത്തിനും അറിയാം. അതുകൊണ്ടാണ് BJPയെ എതിർക്കേണ്ടതിനു പകരം കേരളത്തിലെത്തി രാഹുൽ ഇടതുപക്ഷത്തോട് ഏറ്റുമുട്ടുന്നതിന്റെ യുക്തി ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും തുടക്കത്തിലെ രംഗത്തെത്തിയത്. മീഡിയ 1 കോഴിക്കോട്.